ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം സപ്തമസ്കന്ധം ഷഷ്ഠോധ്യായഃ. ആറാമത്തെ അധ്യായത്തിൽ സഹപാഠികൾക്ക് പ്രഹ്ലാദൻ കൊടുക്കുന്ന ഉപദേശമാണ്. ഒന്നാമത്തെ ശ്ലോകം. പ്രഹ്ലാദ ഉവാച. കൗമാര ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാൻ ഇഹ ദുർലഭം മാനുഷം ജന്മ തദപി അധ്രുവം അർത്ഥദം. പ്രാജ്ഞഃ ബുദ്ധിയുള്ളവൻ ഇഹ ഈ ലോകത്തിൽ കൗമാരെ ചെറിയ പ്രായത്തിൽ തന്നെ ഭാഗവതാൻ ധർമാൻ ഭഗവത് ഭക്തിപരങ്ങളായ നിഷ്കാമകർമ്മങ്ങളെ ആചരേത് ചെയ്തുകൊള്ളണം. എന്തെന്നാൽ മാനുഷം ജന്മ ദുർലഭം, മനുഷ്യനായി ജനിക്കുക എന്നത് തന്നെ പ്രയാസമാണ്. തദപി ഇനി ജനിച്ചാൽ തന്നെയും അത് എത്ര കാലത്തേക്ക് എന്ന് അറിയില്ല. അതുകൊണ്ട് അധ്രുവം ശാശ്വതമല്ല. എന്നാൽ ഈ മനുഷ്യജന്മത്തിൽ മാത്രമേ നമുക്ക് പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ നേടാൻ സാധിക്കുള്ളൂ എന്നതിനാൽ അത് അർത്ഥദം, പരമപുരുഷാർത്ഥപ്രദം ആണ്. അപ്പോൾ മനുഷ്യജന്മം എന്തിന് എന്നതിൻ്റെ ഉത്തരം മോക്ഷാർത്ഥിയായിട്ട് നിഷ്കാമകർമ്മം അനുഷ്ഠിക്കാൻ. രണ്ടാമത്തെ ശ്ലോകം. യഥാഹി പുരുഷസ്യ ഇഹ വിഷ്ണോഃ പാദ ഉപസർപ്പണം യത് ഏഷഃ സർവഭൂതാനാം പ്രിയ ആത്മേശ്വരഃ സുഹൃത്. ഇഹ ഈ ലോകത്ത് പുരുഷസ്യ മനുഷ്യജന്മം ലഭിച്ചവന് വിഷ്ണോഃ പാദ ഉപസർപ്പണം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ തൃപ്പാദങ്ങളെ ആശ്രയിക്കുക എന്നത് മാത്രമേ യഥാഹി യാഥാർത്ഥ്യമായിട്ടുള്ളൂ. യത് എന്തെന്നാൽ ഏഷഃ ഈ ഭഗവാൻ സർവഭൂതാനാം പ്രിയഃ സകല ചരാചരങ്ങൾക്കും പ്രിയങ്കരനും ആത്മാ അവരവരുടെ ആത്മാവായിട്ട് ആത്മസ്വരൂപനായിട്ട് ഇരിക്കുന്ന, അതുപോലെ നമ്മുടെയൊക്കെ ഈശ്വരഃ നിയന്താവും, സുഹൃത്ത് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരേ ഒരു സുഹൃത്തും ആ ഭഗവാൻ മാത്രമാണ്. പക്ഷേ ഈ ലോകത്ത് നമുക്ക് സുഖം അനുഭവിക്കാൻ നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യേണ്ടതില്ലേ? അതിനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ ലോകത്ത് എങ്ങനെയാണോ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദുഃഖങ്ങൾ വരുന്നത്, അതേപോലെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സുഖവും വന്നുകൊള്ളും. നമ്മളായിട്ട് അതിനു വേണ്ടി പ്രയത്നിക്കേണ്ടതില്ല. അതാണ് മൂന്നാമത്തെ ശ്ലോകം. സുഖം ഐന്ദ്രിയികം ദൈത്യാഹ ദേഹയോഗേന ദേഹിനാം സർവത്ര ലഭ്യതേ ദൈവാത് യഥാ ദുഃഖം അയത്നതഃ. ഹേ ദൈത്യാഹ, അല്ലയോ അസുരക്കുട്ടികളെ, ദേഹിനാം ശരീരികൾക്ക് ദേഹയോഗേന ശരീര സംബന്ധം ഹേതുവായിട്ട് ഐന്ദ്രിയകം ഇന്ദ്രിയജന്യമായ സുഖം, പ്രാപഞ്ചിക സുഖം, അയത്നതഃ പ്രത്യേകിച്ചൊന്നും പരിശ്രമിക്കാതെ അഥവാ ഒരു നിയോഗം പോലെ നമ്മൾ അതിലേക്ക് അങ്ങ് എത്തിച്ചേർന്നിട്ട് ദൈവാത് പ്രാരബ്ധ കർമ്മവശാൽ നമുക്ക് ആ സുഖം കിട്ടും. ഏതുപോലെ? ദുഃഖം യഥാ, നമ്മൾ ഒന്നും പ്രയത്നിക്കാതെ എനിക്ക് ദുഃഖം വേണമെന്ന് വിചാരിച്ചൊന്നും ചെയ്യേണ്ട, അല്ലാതെ തന്നെ ദുഃഖം വന്നുകൊള്ളും. ഇതേപോലെ പ്രാപഞ്ചിക ദുഃഖം ഏതുപോലെയാണോ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ വരുന്നത്, ഇതേപോലെ സുഖവും സർവത്ര ലഭ്യതേ. നമ്മുടെ പ്രാരബ്ധ കർമ്മവശാൽ നമുക്ക് സുഖം അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിൽ നമ്മളായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും അത് വന്നുകൊള്ളും. അതുകൊണ്ട് സുഖിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ നിൽക്കേണ്ടതില്ല. അതൊക്കെ വെറുതെ പാഴ്വേലകൾ മാത്രമാണ്. നാലാമത്തെ ശ്ലോകം. തത്പ്രയാസഃ ന കർത്തവ്യോ യത ആയുർവ്യയഃ പരം
ന തഥാ വിന്ദത്തെ ക്ഷേമം മുകുന്ദ ചരണാംബുജം. അതുകൊണ്ട് സുഖം വേണം എന്നാഗ്രഹിച്ചിട്ട് അതിനായിട്ട് പ്രത്യേകമായിട്ട് തത് പ്രയാസഃ, അതിനായിട്ടൊരു പരിശ്രമം ന കർത്തവ്യ, ചെയ്യേണ്ടതില്ല. മാത്രമല്ല, ഇങ്ങനെ നിങ്ങൾ സുഖിക്കണം എന്ന് ബോധപൂർവം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന യതഃ, ഈ ഒരു പരിശ്രമം കൊണ്ട് പരം കേവലം ആയുർവ്യയഃ, ആയുസ്സിന്റെ ദുരുപയോഗം മാത്രമാണ് ഉണ്ടാവുന്നത്. അതേസമയം അതെന്റെ പ്രാരബ്ധവശാൽ വന്നുകൊള്ളും, ഞാനായിട്ട് പ്രത്യേകം ഒന്നും ചെയ്യേണ്ടതില്ല, എന്നിൽ നിക്ഷിപ്തമായ ഏതാനും കർമ്മങ്ങൾ നിഷ്കാമമായി ചെയ്താൽ മതി. അതേസമയം ബോധപൂർവം ചെയ്യേണ്ടത് മുകുന്ദ ചരണാംബുജം, ഭഗവത് പാദാരവിന്ദത്തെ ആശ്രയിക്കുക. അങ്ങനെ ആശ്രയിച്ചാൽ എപ്രകാരം ക്ഷേമം വിന്ദത്തെ, നമുക്ക് ക്ഷേമത്തെ ഉണ്ടാകുന്നുവോ തഥാ, അതുപോലെ ഈ സുഖത്തിനായി നമ്മൾ പരിശ്രമിക്കുന്നത് കൊണ്ട് നമുക്കൊരു ക്ഷേമവും ഉണ്ടാകുന്നില്ല. നമ്മൾ സുഖിക്കണം എന്നാഗ്രഹിച്ച് എന്തൊക്കെ ചെയ്യുന്നുവോ അതൊന്നും സുഖം തരണം എന്നില്ല. പലപ്പോഴും അതായിരിക്കും നമ്മുടെ ദുഃഖത്തിന് കാരണമായി തീരുക. അതുകൊണ്ട് നമ്മുടെ പ്രാരബ്ധ കർമ്മവശാൽ ലഭിക്കുന്നതിനെ സ്വീകരിക്കുക എന്ന ഒരു മനോഭാവം വളർത്തിയെടുത്താൽ മതി. അതേസമയം നമ്മൾ ബോധപൂർവം ചെയ്യേണ്ടത് ഭഗവത് കഥകൾ കേൾക്കുക, സ്മരണം, കീർത്തനം, എവിടെയൊക്കെ സത്തുക്കളുണ്ടോ അവരെ കാണുക, അവരെ നമസ്കരിക്കുക, തീർത്ഥസ്ഥാനങ്ങൾ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ മുകുന്ദനെ സേവിക്കണം. ഇനി അതൊക്കെ പ്രായമായിട്ട് പോരെ എന്നൊന്നും ചിന്തിക്കരുത്. കാരണം പ്രായമായാൽ എല്ലാറ്റിനും ഉള്ള ശക്തി കുറയും. അതുകൊണ്ട് പറയുന്നു 5-ാമത്തെ ശ്ലോകം, തതോ യതേത കുശലക്ഷേമായ ഭയമാശ്രിതഃ ശരീരം പൗരുഷം യാവത് ന വിപദ്യേത പുഷ്കലം. തതഃ, അതുകൊണ്ട് ഭയം ആശ്രിതഃ, ഈ സംസാര ഭയത്തെ പ്രാപിച്ചവൻ, പൗരുഷം ശരീരം, മനുഷ്യരൂപത്തിലിരിക്കുന്ന ഈ ദേഹം, യാവത് പുഷ്കലം, എത്ര കാലം വരെ അരോഗദൃഢമായിട്ട് ന വിപദ്യേത, നാശരഹിതമായിട്ടിരിക്കാമോ ആ കാലത്തിനുള്ളിൽ കുശലഹ, കെൽപ്പുറ്റവനായിട്ട് ക്ഷേമായ അവനവന്റെ ആത്മീയ പുരോഗതിക്കായി യതേത പരിശ്രമിക്കണം. ആരോഗ്യം ഉള്ള സമയത്ത് വേണം ഇതൊക്കെ ചെയ്യാൻ. കാരണം യാത്രകൾ പോകണമെങ്കിൽ ആരോഗ്യം വേണം, കുറേ നേരം ഇരുന്ന് ജപിക്കണമെങ്കിൽ ആരോഗ്യം വേണം. എല്ലാറ്റിനും അപ്പുറം ഏകാഗ്രതയോടെ സാധന ചെയ്യാൻ മനസ്സ് ഏകാഗ്രപ്പെടണമെങ്കിലും മനസ്സിനൊരു ബലം വേണം. 6-ാമത്തെ ശ്ലോകം, പുംസോ വർഷശതം ഹി ആയുഹു തത് അർദ്ധം ച അജിതാത്മനഃ നിഷ്ഫലം യത് അസൗ രാത്രിയാം ശേതേ അന്ധം പ്രാപിതഃ തമഃ. പുംസഹ ആയുഹു, മനുഷ്യന്റെ പരമായുസ് വർഷശതം ഹി, 100 വർഷമാണല്ലോ. തദർദ്ധം ച, അതിന്റെ ഏകദേശം പകുതിയും അജിതാത്മനഃ, മനസ്സിനെ നിയന്ത്രിക്കാതിരിക്കെ നിഷ്ഫലം, വിഫലമായിത്തീരുന്നു. യത്, എന്തെന്നാൽ അസൗ, ഇവൻ, ഈ മനുഷ്യർ, രാത്രിയാം, രാത്രിയിൽ, അന്ധം തമഹ, അന്ധകാരത്തിലേക്ക് പ്രാപിതഃ ശേതേ, നയിക്കപ്പെട്ട്, അന്ധകാരത്തിലേക്ക് നയിക്കപ്പെട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ മനുഷ്യായുസ് ആകെ 100 വർഷമാണ് എന്നെടുത്താൽ ഏകദേശം അതിന്റെ പകുതി സമയവും നമ്മൾ ഉറങ്ങിത്തീർക്കുകയാണ്. 7-ാമത്തെ ശ്ലോകം, മുഗ്ധസ്യ ബാല്യേ കൗമാരേ ക്രീഡതോ യാതി വിംശതിഃ ജരയാഗ്രസ്തദേഹസ്യ യാതി അകൽപസ്യ വിംശതിഃ. ബാല്യേ, ശൈശവത്തിൽ, മുഗ്ധസ്യ, ബുദ്ധി ഉറക്കാത്തവനായും, കൗമാരെ, കൗമാരത്തിൽ, ക്രീഡതഃ, കളിയിൽ ഏർപ്പെട്ടവനുമായിരിക്കെ, അങ്ങനെ ആദ്യത്തെ വിംശതി, 20 വർഷം പോയി, യാതി, അങ്ങനെ അങ്ങ് പോകും. ശൈശവത്തിൽ ബുദ്ധി ഉറക്കാത്തത് കൊണ്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയുന്നില്ല. ഇനി കളിക്കാനുള്ള പ്രായമായാൽ പിന്നെ കളിയിൽ മാത്രമാകും ശ്രദ്ധ. അങ്ങനെ തന്നെ ഏകദേശം 20 വർഷം പോയി. ഇനി നമ്മുടെ അവസാന കാലത്തെ ഒരു 20 വർഷത്തെയാണ്
പിന്നെ പറയുന്നത് ജരയ വാർദ്ധക്യത്താൽ ഗ്രസ്തദേഹസ്യ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ശക്തി നഷ്ടപ്പെട്ട ശരീരത്തോടു കൂടിയവനായി അകൽപസ്യ ആഗ്രഹിച്ച കാര്യമൊന്നും ചെയ്യാൻ പറ്റാതെ മറ്റൊരു 20 വീണ്ടും ഒരു 20 യാതി അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഏകദേശം വാർദ്ധക്യ ദശയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ശരീരം വഴങ്ങാതെ പിന്നെ ഒരു 20 അങ്ങ് പോകുന്നു. അപ്പോൾ 100 എന്ന ഒരു സംഖ്യ നമ്മൾ എടുക്കുകയാണെങ്കിൽ പകുതി ഉറക്കത്തിന് പോയി, ഈ 40 വീണ്ടും പോയി. ഇനി കളിയുടെ ആവേശമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ പ്രകൃത്യാലുള്ള ചാപല്യങ്ങൾ നിറയുന്ന ഒരു സമയമാണ്. അതാണ് 8ാമത്തെ ശ്ലോകം. ദുരാപൂരേണ കാമേന മോഹേന ച ബലീയസ ശേഷം ഗൃഹേഷു സക്തസ്യ പ്രമത്തസ്യ അപയാതിഹി. ദുരാപൂരേണ എത്ര കിട്ടിയാലും മതിയാകാത്ത കാമേന കാമത്താലും ബലീയസ മോഹേന ച സുശക്തമായ മോഹത്താലും. ഈ കൗമാരപ്രായത്തിലാണ് എന്തൊക്കെയോ നേടണം എന്ന ചിന്ത വരും, എന്നാൽ ഒന്നിനും ഒരു തൃപ്തിയും ഉണ്ടാവില്ല. ഇങ്ങനെ പ്രമത്തസ്യ തന്നെത്താൻ മറന്നുകൊണ്ടങ്ങനെ ജീവിക്കും. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് ജോലിയായി കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഗൃഹസ്ഥനാകുന്നു. ഗൃഹസ്ഥനായി കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്തം തലയിൽ കൊണ്ട് നടന്നിട്ട് പിന്നെ ഒന്നിനും സമയമില്ല, മറ്റൊന്നും ചിന്തിക്കാനും സമയമില്ല. ഇങ്ങനെ ഗൃഹേഷു സക്തസ്യ ഗൃഹവൃത്തികളിൽ ആസക്തനായിരിക്കെ ശേഷം ഹി അപയാതി അവശിഷ്ടമായ ആ ആയുസ്സും അങ്ങനെ കഴിഞ്ഞു പോകുന്നു. കുടുംബം, കുട്ടികൾ എന്നുള്ള ഉത്തരവാദിത്വത്തിൽ പോകുന്ന ഒരു മനുഷ്യന് എങ്ങനെ അവനവന്റെ ആത്മാവിനെ മോചിപ്പിക്കാനുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാൻ സാധിക്കുമെന്ന് പ്രഹ്ലാദൻ ചോദിക്കുന്നു. 9ാമത്തെ ശ്ലോകം. കോ ഗൃഹേഷു പുമാൻ സക്തം ആത്മാനം അച്യുതേന്ദ്രിയഃ സ്നേഹപാശൈഃ ദൃഢൈഃ ബദ്ധം ഉത്സഹേത വിമോചിതം. അച്യുതേന്ദ്രിയഃ ഇന്ദ്രിയങ്ങളെ ഒതുക്കാതെയുള്ള കഹ പുമാൻ ഏതൊരാളാണ് ഗൃഹേഷു സക്തം കുടുംബകാര്യങ്ങളിൽ ആസക്തമായതും ദൃഢൈഹി ഉറപ്പുള്ള സ്നേഹപാശൈഹി സ്നേഹപാശങ്ങളാൽ ബദ്ധം ബന്ധിക്കപ്പെട്ടതുമായ ആത്മാനം ആത്മാവിനെ വിമോചിതും മോചിപ്പിക്കുവാൻ ഉത്സാഹേത ഉദ്യമിക്കും. ഗൃഹങ്ങളിൽ ആസക്തരായിട്ടുള്ള ഗൃഹകാര്യങ്ങളിൽ ആസക്തരായിട്ടുള്ള ആളുകൾക്ക് അവനവനെ മോചിപ്പിക്കണം എന്ന ചിന്ത എങ്ങനെയാണ് വരുന്നത്? കാരണം ആ സമയത്തൊരു മായാലോകത്താണ്. പുതിയതായിട്ടുണ്ടായ ഉത്തരവാദിത്വത്തിൽ അങ്ങനെ മതിമറക്കും. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ അതൊരു ഭാരമായി തീരും. അതൊന്നിറക്കി വെക്കാനുള്ള ശ്രമത്തിലാകും പിന്നീട്. ഇങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് തന്നെ ഈശ്വരനിലേക്ക് സമർപ്പിക്കാൻ തുടങ്ങാൻ സാധിക്കുക? ആ സമയത്ത് തുടക്കം കുറിക്കാൻ സാധിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഗൃഹസ്ഥനായിട്ടിരിക്കുമ്പോൾ പണമുണ്ടാക്കണം എന്ന ചിന്തയെ ആർക്കാണ് വെടിയാൻ സാധിക്കുക? അതാണ് 10ാമത്തെ ശ്ലോകം. കഹനു അർത്ഥതൃഷ്ണാം വിസൃജേത് പ്രാണേഭ്യഃ അപി യഹ ഈപ്സിതഃ യം ക്രീണാതി അസുഭിഃ പ്രേഷ്ഠൈഃ തസ്കരഃ സേവകഃ വണിക്. യാതൊരു ധനത്തിനെ യം ഒരു കവർച്ചക്കാരനും ആവശ്യം ധനമാണ്. അവന്റെയും ഉദ്ദേശം അവനുള്ളൊരു കുടുംബം പോറ്റുക എന്നതാണ്. അതാണ് തസ്കരഹ. ഇനി ഒരു കവർച്ചക്കാരനാകട്ടെ സേവകഹ രാജ്യത്തെ സേവിക്കുന്ന ഒരു പട്ടാളക്കാരനാകട്ടെ, വണിക് ഒരു കച്ചവടക്കാരനാകട്ടെ, പ്രേഷ്ഠൈഹി അസുഭിഹി ജീവൻ കൊടുത്തും നേടുന്ന, ക്രീണാതി നേടിയെടുക്കുന്ന, യഹ യാതൊരു ധനമുണ്ടോ, ഇങ്ങനെ പ്രാണേഭ്യഃ അഭി തന്റെ ജീവനേക്കാളും ഈപ്സിതഃ അഭിലഷിതമായിരിക്കുന്ന അത്തരത്തിലുള്ള അർത്ഥതൃഷ്ണാം ധനത്തിലുള്ള ആ ആശയെ കഹനു വിസൃജേത് ആരാണ് വെടിയുന്നത്? കാരണം ഭഗവാനെ കിട്ടണമെങ്കിൽ എല്ലാറ്റിനോടുമുള്ള ആസക്തി വെടിയണം. ആർക്ക് സാധിക്കുമത്? കുടുംബത്തോടുള്ള ആസക്തി വെടിയാൻ സാധിക്കുമോ? ധനത്തോടുള്ള ആസക്തി വെടിയാൻ സാധിക്കുമോ?
ഭഗവാൻ നോക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ എത്ര പേർക്ക് ജീവിക്കാൻ സാധിക്കും? പ്രത്യേകിച്ച് ഗൃഹസ്ഥാശ്രമത്തിലുള്ളവർക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ്. ജീവിത പങ്കാളിയുടെ സ്നേഹവും മക്കളുടെ കൊഞ്ചലും ഇതൊക്കെ ആർക്കുപേക്ഷിക്കാൻ സാധിക്കും? 11-ാമത്തെ ശ്ലോകം. കഥം പ്രിയായാഹ അനുകമ്പിതായാഹ സംഗം രഹസ്യം രുചിരാശ്ച മന്ത്രാൻ സുഹൃത്സു ച സ്നേഹസിതഃ ശിശൂനാം കള അക്ഷരാണാം അനുരക്തചിത്തഃ. അനുകമ്പിതായാഹ, തന്നെ വളരെയധികം സ്നേഹിക്കുന്ന, തന്നിൽ അനുകമ്പയുള്ള പ്രിയായാഹ, പ്രിയപത്നിയുമായുള്ള സംഘം, ആ ബന്ധത്തെയും രഹസ്യം, അവരുമായുള്ള രഹസ്യ സമാഗമങ്ങളെയും രുചിരാൻ മന്ത്രാൻ, അവർ നമുക്ക് തരുന്ന ഹിതോപദേശ വചനങ്ങളെയും സ്നേഹസിതഃ, സ്നേഹബദ്ധനായിരുന്ന് സുഹൃത്സുച, ബന്ധുമിത്രാദികളിലുള്ള വീഴ്ചയും അനുരക്തചിത്തഃ, വാത്സല്യമെഴുന്ന ഹൃദയത്തോടു കൂടിയവനായിരുന്ന് കള അക്ഷരാണാം, നല്ല കളകളനാദം പോലെ അവ്യക്ത മധുരങ്ങളായ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സ്വന്തം ശിശൂനാം, കുഞ്ഞുമക്കളുടെയൊക്കെ അവരുമായുള്ള ബന്ധത്തെയൊക്കെ കഥം, എങ്ങനെ ഉപേക്ഷിക്കാനാണ്? ആർക്ക് സാധിക്കും അതൊക്കെ? അപ്പോൾ ഈ കുടുംബ ബന്ധത്തിൽ പെട്ടുപോയാൽ നമുക്ക് അത്രയും വിരക്തി വരത്തക്ക വിധത്തിൽ എന്തെങ്കിലുമൊക്കെ തിരിച്ചടി ഉണ്ടാവണം. അപ്പോഴേ അതിൽ നിന്നൊക്കെ പിന്തിരിയുള്ളൂ. അല്ലാത്ത പക്ഷം ഒരാൾക്കും ഇതൊന്നും ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല. പലരും ഈ ജീവിതത്തിൽ അഭിമാനിക്കുന്നത് തൻ്റെ വിശാലമായ കുടുംബത്തെ ഓർത്താണ്. ഒന്ന് വിളിച്ചാൽ ഓടി വരാൻ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, കസിൻസ് ഉണ്ട്, ഇങ്ങനെ അഭിമാനിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ ആർക്കുപേക്ഷിക്കാൻ സാധിക്കും എന്ന് 12-13 ശ്ലോകങ്ങളിലായിട്ട് ചോദിക്കുന്നു. പുത്രാൻ സ്മരൻ താഹ ദുഹിതൃഹ് ഹൃദയ ഭ്രാതൃൻ സുസൃഹ് വാ പിതരൗ ച ദീനൗ ഗൃഹാൻ മനജ്ഞോഹോ ഉപരിച്ഛദാൻശ്ച വൃത്തിഹി ച കുല്യാഹ പശുഭൃത്യവർഗാൻ. 13. ത്യജേത കോശസ്കൃത് ഇവ ഈഹമാനഃ കർമാണി ലോഭാത് അവിതൃപ്തകാമഃ ഔപസ്ഥ്യജൗഹ്യം ബഹുമന്യമാനഃ കഥം വിരജ്യേത ദുരന്തമോഹഃ. പുത്രാൻ, മക്കളെയും, താഹ, ഇനി അവിടെയുള്ള ഹൃദയ്യാഹ, ഹൃദയ ഉന്മേഷകാരിണികളായ ദുഹിതൃഹ്, പുത്രിമാരെയും, ഭ്രാതൃ, സഹോദരന്മാരെയും, സ്വസൃഹ്, സഹോദരിമാരെയും, ഇത് ഭർത്താവിന്റെ ഗൃഹത്തിലുള്ള എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഇനി അവിടെയുള്ള ദീനൗ പിതരൗച്ച, അവശരായ മാതാപിതാക്കളെയും, മനോജ്ഞോഹോ ഒരു പരിച്ഛദാൻ, ആകർഷകങ്ങളായ ഒട്ടേറെ ഉപകരണങ്ങളോടുകൂടിയ ഗൃഹാഞ്ച, ഭവനങ്ങളെയും. അപ്പൊ ഇന്ന് നമ്മൾ ജീവിതത്തിന്റെ ലക്ഷ്യമായി കാണുന്നത് ഒരു വലിയ വീടാണ്. വലുത് എന്നതിനേക്കാൾ മനോഹരമായ വീട്. എങ്ങനെയൊക്കെ വീട് മനോഹരമാക്കാമോ അങ്ങനെയൊക്കെ ഒരു വീടുണ്ടാക്കിയിട്ട് അത് ആർക്കാ ഉപേക്ഷിക്കാൻ സാധിക്കുക? അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എപ്പോഴും വാടക വീട്ടിൽ കഴിയുന്നതാണ്. അതാകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിക്കാം എന്ന ഒരു മനസ്ഥിതി ഉണ്ടാകും. അതേസമയം ഇതുപോലെ മനോഹരങ്ങളായ വീടുകൾ ഉണ്ടാക്കിയാൽ ജീവിതകാലം മുഴുവൻ അവിടെ ഇരിക്കണമെന്നേ തോന്നുകയുള്ളൂ. ഇനി കുല്യാഹ വൃത്തിഹിച്ച, അവരവരുടെ പരമ്പരാഗതമായ പല കുലവൃത്തികളും ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാകും. ഇവരെ ആശ്രയിച്ച് ജീവിക്കുന്ന പശുഭൃത്യവർഗാൻ, നാൽക്കാലികൾ, ഭൃത്യജനങ്ങൾ, ഇവരെയൊക്കെ സ്മരൻ, ഓർത്തിരുന്നുകൊണ്ട് കഥം, എങ്ങനെ ഇതെല്ലാം ത്യജേത, വിട്ടുകളയും. കാരണം വിട്ടുകളയാൻ വേണ്ടി ചിന്തിക്കുമ്പോൾ ആദ്യം വരും, ഞാൻ ഇവിടുന്ന് പോയാൽ ഇവർക്കൊക്കെ പിന്നെ ആരാണ്? ഇങ്ങനെ കോശസ്കൃത്, ഒരു പുഴു സ്വയംകൃതമായ കൂട്ടിൽ കിടന്ന് പുളയുന്ന മട്ടിൽ, ഇവ ലോഭാത്, അത്യാശയാൽ, കർമാണി ഈഹമാനഃ, നാനാകർമ്മങ്ങളെ ചെയ്തുകൊണ്ട്, അവിതൃപ്ത കാമഹ, കാമസംതൃപ്തി വരാത്തവനായി. ഇനി ഈ ലൗകികത്തിൽ കിട്ടുന്ന ഏറ്റവും രസകരമായ സുഖപ്രദമായ 2 അനുഭവങ്ങളാണ് ഔപസ്ഥ്യ ജൗഹ്യം, അതായത് ജനനേന്ദ്രിയത്തിലൂടെ കിട്ടുന്ന
ലൈംഗിക സുഖവും പിന്നെ ജൈഹ്വ്യം എന്നാൽ രസനേന്ദ്രിയം, ഭക്ഷണം. ഇത് രണ്ടുമാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ബഹുമന്യമാനഹ, ഇതിനെയെല്ലാം അത്യധികം ആദരിച്ചുകൊണ്ട് ദുരന്തമോഹ, ഒരിക്കലും അവസാനിക്കാത്ത മോഹവുമായിട്ട് ജീവിക്കുന്ന ഒരാൾ കഥം വിരജ്യേത, എങ്ങനെ ഈ ലൗകിക മോഹങ്ങളിൽ നിന്ന് വിരക്തനാകും? ഈ ജന്മത്തിൽ തന്നെ ഇത് നേടണം എന്ന തീവ്രമായ ആഗ്രഹമൊന്നും ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ സമയം കഴിഞ്ഞു പോകുന്നു എന്ന ചിന്തയുമില്ല. അതാണ് ഇവിടെ പ്രധാനം. 14-ാമത്തെ ശ്ലോകം. കുടുംബപോഷായ വിയത്ത് നിജ ആയുഹു ന ബുദ്ധ്യതേ അർത്ഥം വിഹതം പ്രമത്തഃ സർവത്ര താപത്രയ ദുഃഖിതാത്മാ നിർവിദ്യതേന സ്വകുടുംബ രാമഃ. കുടുംബപോഷായ, കുടുംബത്തെ തീറ്റിപ്പോറ്റുന്നതിനു വേണ്ടി വിയത് ചെലവഴിക്കുന്ന നിജ ആയുഹു, തൻ്റെ ആയുസ്സിനെയോ അത് കാരണം വിഹതം തടസ്സപ്പെട്ടതായ അർത്ഥം പുരുഷാർത്ഥത്തെയോ പ്രമത്തഃ ഈ സ്വബോധം നഷ്ടപ്പെടുന്ന ഈ അജ്ഞാനികൾ നബുദ്ധ്യതെ അറിയുന്നില്ല. ഓരോ ദിവസവും എൻ്റെ വളരെ വിലപ്പെട്ട സമയം, ഈശ്വരനെ നേടാനുള്ള വിലപ്പെട്ട സമയം ഞാൻ കഴിച്ചുകൂട്ടുകയാണ് എന്ന ചിന്ത ആർക്കുമില്ല. സർവത്ര എല്ലായിടത്തും താപത്രയ ദുഃഖിതാത്മാ, താപത്രയത്താൽ വ്യാകുലചിത്തനായും സ്വകുടുംബരാമഃ, സ്വന്തം കുടുംബത്തിൽ മാത്രം ആസക്തനായും ഭവിച്ച് നിർവിദ്യതേ, വിഷയവൈരാഗ്യത്തിലേക്ക് എത്തുന്നില്ല. വൈരാഗ്യം വന്നില്ലെങ്കിൽ പിന്നെ ഇതൊന്നും നടക്കുകയില്ല. 15-ാമത്തെ ശ്ലോകം. വിത്തേഷു നിത്യ അഭിനിവിഷ്ടചേത വിദ്വാംശ്ച ദോഷം പരവിത്തഹർത്തുഃ പ്രേത്യ ഇഹ ച അധാവി അചിതേന്ദ്രിയഃ തത് അശാന്തകാമഃ ഹരതേ കുടുംബി. വിത്തേഷു ധനധാന്യാദി വസ്തുക്കളിൽ നിത്യ അഭിനിവിഷ്ടചേതാഹ, ഏതു നേരത്തും മനസ്സുകൊണ്ട് അഭിനിവിഷ്ടമായിരിക്കുക, ആസക്തരായിരിക്കുന്ന കുടുംബി, കുടുംബസ്ഥൻ, എങ്ങനെ എനിക്ക് പണമുണ്ടാക്കാം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാൾ തരം കിട്ടിയാൽ ഒരു പക്ഷേ പരവിത്തഹർത്തുഹു, അന്യരുടെ വസ്തുക്കളെ അപഹരിക്കുന്നതിന് അതിനു പോലും മുതിർന്നേക്കാം. പക്ഷെ ഉള്ളിൽ ആ വിചാരമുണ്ട്, എന്ത്? ഇഹ പ്രേത്യച്ച, ഇങ്ങനെ ചെയ്താൽ ഇവിടെയും ഈ ഭൂമിയിലും മരിച്ച ശേഷവും തനിക്ക് ദോഷമുണ്ടാകും എന്ന് വിദ്വാൻ അറിഞ്ഞു വെച്ചവനായേക്കാം. അഥാപി, എന്നിരുന്നാലും അജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവനും അശാന്തകാമഹ, തൻ്റെ ആശകളെ ഒതുക്കാത്തവനും ആകയാൽ ഒരു പക്ഷേ തരം കിട്ടിയാൽ തത് ഹരതേ, മറ്റൊരാളുടെ സ്വത്തിനെ പോലും അപഹരിക്കാൻ മടിക്കുകയില്ല. ഈ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു എന്ന് കാണുമ്പോൾ പലരും മാന്യന്മാരാകാറുണ്ട്. എന്നാൽ ആരും ശ്രദ്ധിക്കാനില്ല എന്നിടത്ത് മാന്യത കാണിക്കുമ്പോഴാണ് അയാൾ ശരിയായ മാന്യനാകുന്നത്. ഒരു സൂപ്പർ മാർക്കറ്റിൽ കുറെ കൊള്ളക്കാർ വന്ന് അവിടെ അപ്പോഴുണ്ടായ ആളുകളെ ബന്ദിയാക്കി. അപ്പോൾ അതിൽ ഒരു പെൺകുട്ടി ഇവരെ ചോദ്യം ചെയ്യുകയാണ്, നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ മറ്റുള്ളവരെയൊക്കെ ബന്ദിയാക്കി അവരിൽ നിന്ന് അപഹരിച്ച് അതിൽ നിന്നുണ്ടാകുന്ന, അതായത് അങ്ങനെ ഉണ്ടാക്കുന്ന സ്വത്ത് കൊണ്ടൊക്കെ ജീവിക്കാൻ നാണമില്ലേ എന്നൊക്കെ ഈ പെൺകുട്ടി ചോദിച്ചു. അയാളൊന്നും മിണ്ടിയില്ല, ഈ കൊള്ളക്കാരനൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് അവർ വേറെ രീതിയിലുള്ള ഒരു ഓപ്പറേഷന് വേണ്ടിയാണ് അവിടെ വന്നത്. അപ്പോൾ അത് സക്സസ് ആയി എന്ന് കണ്ടപ്പോൾ ഈ ബന്ദികളാക്കിയ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ സൂപ്പർ മാർക്കറ്റിലുള്ള ഇഷ്ടമുള്ളത് എന്തും എടുക്കാമെന്ന്. പക്ഷെ ആരും അനങ്ങിയില്ല. അപ്പൊ ഈ കൊള്ളക്കാർ പറഞ്ഞു, ഈ CCTV മുഴുവൻ ഞങ്ങൾ ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്, നിങ്ങൾ എടുക്കുന്നത് ഒരാളും കാണില്ല. ഇത് പറയേണ്ട താമസം അവിടെയുള്ളവർ മുഴുവൻ എന്തൊക്കെയാ എടുക്കേണ്ടത് എന്നറിയാതെ ഓടിപ്പോവുകയാണ്. അപ്പോൾ ഈ കൊള്ളക്കാരൻ ഈ ആദ്യം പറഞ്ഞ പെൺകുട്ടിയെ പിടിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞു, ബാക്കിയുള്ളവർ എടുത്തോട്ടെ, പക്ഷെ നീ എടുക്കാൻ പാടില്ല എന്ന് പറയും. കാരണം ഇവരെ മര്യാദ പഠിപ്പിക്കാൻ പോയവളാണ് അവൾ. ഇതാണ് മനുഷ്യൻ. മറ്റുള്ളവർ കാണും എന്ന ചിന്തയുള്ളത് കൊണ്ടാണ് ഇവിടെ പലരും മാന്യരായിട്ടിരിക്കുന്നത്.
അങ്ങനെ കാണില്ല എന്നൊരവസ്ഥ വന്നാൽ ഇവിടെ പലതും സംഭവിക്കും. ഇതാണ് മറ്റുള്ളവരുടെ സ്വത്തൊന്നും ഞാൻ അപഹരിക്കില്ല എന്നൊക്കെ പലർക്കും തോന്നും. പക്ഷെ അത് ഈ നാട്ടിൽ ഒരു നിയമവ്യവസ്ഥ ഉള്ളത് കൊണ്ട് മാത്രമാണ്. 16-ാമത്തെ ശ്ലോകം. വിദ്വാൻ അഭി ഇത്തം ധനുജാഹ കുടുംബം പുഷ്ണൻ സ്വലോകായ ന കൽപ്പതേ വൈ യഹ സ്വീയ പാരക്യ വിഭിന്ന ഭാവഃ തമഃ പ്രപദ്യേത യഥാ വിമൂഢഃ. ഹേ ധനുജാഹ, അസുരക്കുട്ടികളെ, വിദ്വാനഭി, അറിവുള്ളവനായിരുന്നാൽ പോലും, ഇത്തം കുടുംബം പുഷ്ണൻ, ഇങ്ങനെ കുടുംബത്തെ പോറ്റുന്നവൻ, അതായത് ഇനിയും വേണം ഇനിയും വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കുടുംബത്തെ പോറ്റുക, അവരോട് ആസക്തിയിലിരിക്കുക, ഇങ്ങനെയുള്ളവർക്കൊന്നും സ്വലോകായ ന കൽപ്പതേ, തന്റെ യഥാർത്ഥ ലോകത്തേക്ക് പോകാനുള്ള യോഗ്യത നേടുന്നില്ല. യഹ, യാതൊരുവൻ, സ്വീയ പാരക്യ വിഭിന്ന ഭാവഃ, കാരണം താനെന്നും അന്യനെന്നുമുള്ള ഭേദഭാവനയുള്ളവരാണ് ഇത്തരത്തിലുള്ളവർ. ആകയാൽ വിമൂഢഃ യഥ, അറിവില്ലാത്തവൻ ഏതുപോലെ തമോ ലോകത്തെ പ്രാപിക്കുമോ അതുപോലെ ഇങ്ങനെ കുടുംബം എന്ന് പറഞ്ഞ് അതിലേക്ക് ആസക്തിയോടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നവർ തമോ ലോകത്തെ പ്രപദ്യേത, പ്രാപിക്കുന്നതാണ്. ഈ ലൗകിക ജീവിതത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് ഒരു ചളിക്കുണ്ടിൽ പെട്ടുപോകുന്ന പോലെയാണ്. അവിടെ നിന്ന് ഒരു കാലെടുത്ത് അപ്പുറത്ത് വെച്ചാൽ അതും ചളിയാണ്. ഇനി ആരെങ്കിലും നമ്മെ രക്ഷിക്കാൻ വരും എന്ന് വിചാരിച്ചാൽ അവരും അതേപോലെ ചളിയിൽ നിന്നാണ് വരുന്നത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി തെറിപ്പിക്കുക എന്നതല്ലാതെ അവിടെ നിന്നൊരു രക്ഷപ്പെടൽ നടക്കുകയില്ല. 17-18 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നു. യതോ ന കശ്ചിത് ക്വച കുത്രചിത് വാ ദീന സ്വം ആത്മാനം അലം സമർത്ഥഃ വിമോചിതും കാമദൃശാം വിഹാര ക്രീഡാമൃഗോ യൻ നികടോ വിസർഗഃ. 18-ാമത്തെ ശ്ലോകം. തതോ വിദൂരാത് പരിഹൃത്യ ദൈത്യാ ദൈത്യേഷു സംഗം വിഷയാത്മകേഷു ഉപേത നാരായണം ആദിദേവം സമുക്ത സംഗൈഃ ഇഷിതഃ അപവർഗഃ. യതഃ അലം ദീനഃ, യാതൊന്നു ഹേതുവായിട്ട് അത്യധികം വിഷയാസക്തിയാൽ അവശനായി കാമദൃശാം, കാമേക്ഷണകളായ സ്ത്രീകളുടെ വിഹാര ക്രീഡാമൃഗഃ, വിനോദത്തിനുള്ള ഒരു ക്രീഡാമൃഗം എന്നതുപോലെയായ കശ്ചിത്, ഒരുവനും, എൻ നികടഃ, ഈ ഒരു സ്ത്രീകളിൽ തന്നെ തളച്ചിടുന്ന ചങ്ങലയായിട്ട്, വിസർഗഃ, സൃഷ്ടികൾ നടത്തുന്നു, മക്കളും പേരമക്കളും ഇങ്ങനെയൊക്കെയായി, കുത്രചിതുവ, എവിടെയായാലും, ക്വച, എങ്ങനെയായാലും, സ്വം ആത്മാനം, തൻ്റെ മനസ്സിനെ, മോചയിതും ന സമർത്ഥഃ, സ്വതന്ത്രമാക്കാൻ ശക്തനാകുന്നില്ലയോ, തതഃ, അതുകൊണ്ട്, ഹേ ദൈത്യാഹ, അസുരക്കുട്ടികളെ, വിഷയ ആത്മകേഷു, വിഷയാസക്ത ചിത്തന്മാരായിരിക്കുന്ന ദൈത്യേഷു സംഘം, നമ്മുടെ ഈ ബന്ധുക്കളാകുന്ന അസുരന്മാരിലുള്ള വേഴ്ചയെ തള്ളിക്കളഞ്ഞ്, വിദൂരാത്, വിദൂരാത് പരിഹൃത്യ, അത് അകലെ തള്ളിക്കളയണം. എന്നിട്ട് ആദിദേവം നാരായണം ഉപേത, ആദിദേവനായ നാരായണനെ ഉപാസിക്കുവിൻ. സഹ, ആ ഭഗവാൻ, വിമുക്ത സംഗൈഹി, വിഷയാസക്തി വിട്ടുകളഞ്ഞ മഹാത്മാക്കളാൽ ഇഷിതഃ, ആഗ്രഹിക്കപ്പെടുന്ന അപവർഗഃ, സംസാരമുക്തിക്കുള്ള മാർഗമാണ്. എന്നും ഈ ലോക ജീവിതമാണ് സുഖം എന്ന് കരുതുന്ന നമ്മുടെ ബന്ധുക്കൾ തന്നെ ആയിരിക്കാം. എങ്കിലും ഈ ലൗകിക മോഹത്തിൽ ആസക്തരായിരിക്കുന്ന ആ അസുരന്മാരിലുള്ള വീഴ്ചയെ ഉപേക്ഷിച്ചിട്ട് സാക്ഷാൽ നാരായണനെ ശരണം പ്രാപിക്കൂ. ഞങ്ങൾ കുട്ടികളല്ലേ, ഞങ്ങൾക്കിതൊക്കെ സാധ്യമാണോ എന്നാണെങ്കിൽ പ്രഹ്ലാദൻ പറയുന്നു, ഇത് എല്ലാവർക്കും സാധ്യമാണ്. 19-ാമത്തെ ശ്ലോകം. നഹി അച്യുതം പ്രീണയതോ ബഹു ആയാസഃ അസുരാത്മജാഃ ആത്മത്വാത് സർവഭൂതാനാം സിദ്ധത്വാത് ഇഹ സർവതഃ. ഹേ അസുരാത്മജാഃ, അസുരക്കുട്ടികളെ, സർവഭൂതാനാം, നമ്മളുടെ എല്ലാം, പ്രാണികളുടെ എല്ലാം ആത്മത്വാത്, ആത്മാവാകയാലും, ഇഹ, ഈ ലോകത്തിൽ, സർവതഃ സിദ്ധത്വാത്, എവിടെയും ആ ഈശ്വരനേ ഉള്ളൂ.
അത് മനസ്സിലാകാതെ പോകുന്നതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. ഇങ്ങനെ എവിടെയുമുള്ള, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഉള്ളിൽ ജീവസ്വരൂപനായിരിക്കുന്ന അച്യുതം, ആ ഭഗവാനെ പ്രീണയതഃ ഉപാസിക്കുന്നവന് ബഹു ആയാസഃ നഹി, അതിപ്രയാസം ഉണ്ടാവുകയില്ലല്ലോ. 20-21 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ സർവത്ര നിറഞ്ഞിരിക്കുന്നു എന്ന് ഉദാഹരണ രൂപേണ, അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കുകയാണ്. 20 പര അവരേഷു ഭൂതേഷു ബ്രഹ്മാന്ത സ്ഥാവരാദിഷു ഭൗതികേഷു വികാരേഷു ഭൂതേഷു അഥ മഹത്സു ച. 21 ഗുണേഷു ഗുണസാമ്യേച്ച ഗുണവ്യതികരേ തഥാ ഏകയേവ പരോഹി ആത്മാ ഭഗവാൻ ഈശ്വരഃ അവ്യയഃ. ബ്രഹ്മാന്ത സ്ഥാവരാദിഷു, ബ്രഹ്മാവ് അന്തമായും സ്ഥാവരങ്ങൾ ആദിയായും ഇരിക്കുന്ന പര അവരേഷു, വലിയ മഹത്തായ സൃഷ്ടികൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ബ്രഹ്മാവിനെ പോലെയുള്ളവരാകട്ടെ, ഇനി മരങ്ങൾ ചെടികൾ പോലെ നമ്മളൊക്കെ അവരം എന്ന് വെച്ചാൽ നീചങ്ങളായിട്ട്, അല്ലെങ്കിൽ സ്ഥാവരങ്ങളാണ്, പക്ഷെ നമുക്കതിനോട് ആശയവിനിമയം പ്രത്യക്ഷത്തിൽ ചെയ്യാൻ സാധിക്കാത്ത ഇങ്ങനെയുള്ള ഭൂതേഷു ജീവരാശികളിലും ഭൗതികേഷു വികാരേഷു നമ്മൾ ഈ ലോകത്ത് കാണുന്ന എല്ലാ വിധത്തിലുള്ള രൂപഭേദങ്ങളിലും അഥ മഹത്സു അതിനു പുറമെ മഹത്തുക്കളായിട്ടുള്ള ഭൂതേഷു ച പൃഥിവി തുടങ്ങിയ 5 ഭൂതങ്ങളിലും ഗുണേഷു സത്വരജസ്തമോ ഗുണങ്ങളിലും ഗുണസാമ്യേച്ച ഇനി ഈ ഗുണങ്ങളുടെ സാമ്യ അവസ്ഥയിലുള്ള മൂലപ്രകൃതിയിലും തഥാ ഗുണവ്യതികരേ അതേസമയം ഈ ഗുണങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുമ്പോഴാണ് ഇവിടെ സൃഷ്ടി നടക്കുന്നത്. ആ അവസ്ഥയിലും ഏകഃ ഏവ പരഃ കേവലം ഏകനായ ആത്മാഹി പരമാത്മാവ് തന്നെയാണ് പ്രതിഭാസിക്കുന്നത്. ഭഗവാൻ ഈശ്വരഃ സമസ്ത ഐശ്വര്യ ഗുണങ്ങളോടുകൂടിയ ആ ഭഗവാൻ എല്ലാറ്റിൻ്റെയും നിയന്താവും അവ്യയഃ നമുക്കുള്ളതുപോലെ ജന്മം നാശം ഇവയൊന്നും ഇല്ലാത്തവനും ആകുന്നു. ഇങ്ങനെ ഒന്നായിട്ടുള്ള ആ ഏക ചൈതന്യം തന്നെയാണ് പലതായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുന്നത്. അങ്ങനെ ദൃശ്യരൂപമായിട്ടും അത് കാണുന്ന ദ്രഷ്ടാവായിട്ടും അതേ ഭഗവാൻ ഇരിക്കുന്നു. 22-23 ശ്ലോകങ്ങൾ. പ്രത്യഗാത്മസ്വരൂപേണ ദൃശ്യരൂപേണ ച സ്വയം വ്യാപ്യ വ്യാപക നിർദ്ദേശ്യോ ഹി അനിർദ്ദേശ്യഃ അവികൽപിതഃ. 23 കേവല അനുഭവ ആനന്ദസ്വരൂപഃ പരമേശ്വരഃ മായയാ അന്തർഹിത ഐശ്വര്യ ഈയത്തെ ഗുണസർഗയാ. ഈ പരമാത്മാവ് സ്വയം അനിർദ്ദേശ്യഃ അനിർവചനീയനും അവികൽപിതഃ നിർവികൽപ്പനും ആണ്. ഹി എന്നിരുന്നാലും പ്രത്യഗാത്മസ്വരൂപേണ എല്ലാവരുടെ ഉള്ളിലും ജീവാത്മസ്വരൂപത്തിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് സാക്ഷി രൂപത്തിൽ ഇരിക്കുന്നുവെന്നാലും അതേ ഭഗവാൻ തന്നെ ദൃശ്യരൂപേണ ദൃശ്യമായ ബാഹ്യ ലോകത്തിന്റെ രൂപത്തിലും വ്യാപ്യ വ്യാപക നിർദ്ദേശ്യഃ വ്യാപകമെന്നും വ്യാപ്യമെന്നുമുള്ള രൂപഭേദത്തോടെ നിർവചിക്കപ്പെടാവുന്നവനായി തീരുന്നു. വ്യാപിക്കുന്നതും ഭഗവാൻ, അങ്ങനെ വ്യാപിക്കാനുള്ള ശക്തി കൊടുക്കുന്നതും ഭഗവാൻ. കേവല അനുഭവ ആനന്ദസ്വരൂപഃ നിർഗുണവും അനുഭവാത്മകവുമായ അഖണ്ഡാനന്ദം മാത്രം സ്വരൂപമായിട്ടുള്ള ആ പരമേശ്വരൻ ഗുണസർഗയാ. ഇവിടെ സൃഷ്ടി വേണം എന്ന് ഭഗവാൻ സങ്കല്പിക്കുമ്പോൾ ത്രിഗുണാത്മകമായ സൃഷ്ടിയെ സ്വകീയമായ മായയാൽ അന്തർഹിത ഐശ്വര്യ തൻ്റെ ആ ഐശ്വര്യാദി വിഭൂതികളൊക്കെ മറച്ചു കളയുന്നു. അതും ഭഗവാൻ തന്നെ. എന്നിട്ട് ഒന്നും ഓർമ്മയില്ലാത്തവരായിട്ട് നമ്മളൊക്കെ ആയിട്ട് ആ ഭഗവാൻ തന്നെ ഈയത്തെ നാനാത്വേന കാണപ്പെടുന്നു. ഇങ്ങനെ എല്ലാവരായിട്ടും നമ്മുടെ കൂടെ ഇരിക്കുന്നത് ആ ഭഗവാനാണ് എന്ന് ചിന്തിച്ചിട്ട് 24-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, തസ്മാത് സർവേഷു ഭൂതേഷു ദയാം കുരുത സൗഹൃദം ആസുരം ഭാവം ഉന്മുച്യ യയാ തുഷ്യതി അധോക്ഷജഃ. തസ്മാത് അതിനാൽ
സർവേഷു ഭൂതേഷു, നമ്മളെ ഇങ്ങോട്ട് ഉപദ്രവിക്കാത്ത എല്ലാവരിലും, എല്ലാ ജീവജാലങ്ങളിലും ആസുരം ഭാവം ഉന്മുച്യ, അസുര സഹജമായ മനോഭാവത്തെ കൈവിട്ടിട്ട് ദയാം സൗഹൃദം കുറുത, അനുകമ്പയെയും അവരോടൊരു സൗഹൃദ ഭാവത്തെയും കൈക്കൊള്ളുവിൻ. നമുക്ക് ആദ്യം നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുന്ന, അതുപോലെ നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിലും അവർ നമുക്ക് നന്മയോ തിന്മയോ ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും അങ്ങനെയുള്ളവരോടും ഒരു സൗഹൃദ ഭാവം വെച്ച് ശീലിക്കുക. അങ്ങനെ ഒരു വിശാല മനസ്ഥിതി വന്നു കഴിഞ്ഞിട്ട് നമ്മളെ ദ്രോഹിച്ചവരെയും ഈശ്വരതുല്യം കണ്ട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. ശ്രമിച്ചു നോക്കിയാൽ മതി, നിർബന്ധമൊന്നുമില്ല. അതൊക്കെ വലിയ മനസ്ഥിതി ഉള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് അങ്ങനെ വിഷമിക്കുകയും വേണ്ട. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, അത്തരത്തിലുള്ളവരെ ഉപേക്ഷിക്കുക. അതായത് മനസ്സുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തി ഈ ലോകത്തുള്ളതായിട്ടേ കരുതേണ്ടതില്ല. ആ ഉപേക്ഷാഭാവമാണ് നമ്മെ പോലുള്ള സാധാരണക്കാർക്ക് നല്ലത്. പക്ഷെ ഇവിടെ പറയുന്നത്, നമ്മൾ ഒരാളെയും അവരുടെ ജോലിയോ ആ ഒരു നിലയും വിലയും നോക്കിയിട്ട് മാത്രം സ്നേഹിക്കരുത് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഏത് നിലയിലുള്ളവരോടും നമുക്ക് സൗഹൃദ ഭാവം തോന്നണം എന്ന അർത്ഥത്തിൽ വേണം ഇതിനെ എടുക്കാൻ. ഇങ്ങനെ യയാ, ഈ ഒരു ഭൂതാനുകമ്പയാൽ തന്നെ അധോക്ഷജഃ തുഷ്യതി, ഭഗവാൻ പ്രസാദിക്കുന്നു. ഏറ്റവും പെട്ടെന്ന് ഭഗവാൻ പ്രസാദിക്കാൻ ഇത് മാത്രം ചെയ്താൽ മതി. ഞാനെന്ന ഭാവം വിട്ടിട്ട് എൻ്റെ സ്റ്റാറ്റസിന് കൊള്ളാത്തവർ എന്ന രീതിയിലൊന്നും ആരെയും അകറ്റി നിർത്താതെ ഇനി തെരുവിൽ കഴിയുന്നവരോടും അനുകമ്പയോടുകൂടെ പെരുമാറാൻ, ഏത് ജോലി ചെയ്യുന്നവരോടും ഒരു സൗഹൃദ ഭാവത്തിൽ പെരുമാറാൻ നമുക്ക് സാധിച്ചാൽ ഭഗവാൻ പ്രസാദിക്കാൻ അതൊന്നു മാത്രം മതി എന്നാണ് പറയുന്നത്. ഇങ്ങനെ സാധു സേവ കൊണ്ട് മാത്രം ഭഗവാൻ പ്രസാദിക്കും. ഭഗവാൻ പ്രസാദിച്ചാലോ, 25-ാമത്തെ ശ്ലോകം, തുഷ്ടേച തത്ര കിം അലഭ്യം അനന്തേ ആദ്യേ കിം തൈഹി ഗുണവ്യതികരാദ ഇഹ യേ സ്വസിദ്ധാഃ ധർമാദയഃ കിം അഗുണേന ച കാംക്ഷിതേന സാരം ജുഷാം ചരണയോഃ ഉപഗായതാം നഃ. ആദ്യേ അനന്തേ, ആദ്യനും അനന്തനുമായ തത്ര, ആ ഭഗവാൻ തുഷ്ടേച്ച പ്രസന്നനായാൽ ഈ ലോകത്ത് അലഭ്യം കിം, അസാധ്യമായിട്ട് എന്തുണ്ട്, ഗുണവ്യതികരാത്, ഗുണങ്ങളുടെ പരിണാമം ഹേതുവായിട്ട്, ഇഹ സ്വസിദ്ധാഹ, ഈ ലോകത്തിൽ സ്വാഭാവികമായി നമുക്ക് വലിയ പ്രയത്നമൊന്നും ഇല്ലാതെ സിദ്ധങ്ങളാകുന്ന ധർമാദയ, ചില ധാർമ്മിക പ്രവൃത്തികളുണ്ട്. അതൊക്കെ തന്നെ അതിനിപ്പോൾ ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടി, പുണ്യം കിട്ടി എന്ന് വെച്ചാൽ തന്നെ തൈഹിക്കും, അവയാൽ എന്ത് ലാഭം? അതിനേക്കാളും ചരണയോഹോ, ഭഗവാന്റെ തൃച്ചേവടികളിൽ ശരണം പ്രാപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാരം ജുഷാം, ആ അമൃതരസം നുകരുക എന്ന ആ അനുഭവം, ഉപഗായതാം, ഗുണനാമ സങ്കീർത്തനം ചെയ്യുന്നവരുമായ നഹ, ഇങ്ങനെയുള്ള നമുക്ക് പിന്നെ മുക്തി പോലും ആഗ്രഹിക്കേണ്ടതില്ല. അതാണ് അഗുണേന കാംക്ഷിതേന ചകിം, ഇവിടെ നിന്ന് എനിക്കിനി ലോകത്തെ വരണ്ട എന്ന് ചിന്തിക്കേണ്ടതില്ല. കാരണം ഇങ്ങനെ ഭഗവാനെ സേവിക്കാനും ആ പാദങ്ങളിൽ നമ്മുടെ ജീവിതം അർപ്പിക്കാനും സാധിക്കുമെങ്കിൽ വന്നുകൊണ്ടേ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചു പോകും. കാരണം ഈ ഒരു രസം, ഭഗവാനെ ഇടക്കൊന്ന് കാണാതിരിക്കുമ്പോഴുള്ള വിരഹം, അല്ലെങ്കിൽ ഭഗവാനെ അറിയാതിരിക്കുമ്പോഴുള്ള വിരഹം, എന്നിട്ട് ഭഗവാനെ അറിയുമ്പോഴുള്ള രസം, ഇതൊക്കെ ഈ ഭൂമിയിലല്ലേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ വന്നാൽ എന്താണ്? പക്ഷെ ഈ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ വരണം എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഭക്തി തരാമെങ്കിൽ, ഭക്തി എന്നിൽ ഉണരുമെങ്കിൽ എത്ര ജന്മം വേണമെങ്കിലും ജനിക്കാം എന്ന് ചിന്തിച്ചു പോകും. പിന്നെ മുക്തിയെ പോലും വേണ്ട എന്നാകും. പിന്നെ നേരത്തെ പറഞ്ഞു, ചില ധാർമ്മികമായ കാര്യങ്ങളാണെങ്കിലും കിട്ടിയിട്ട് എന്ത് കാര്യം എന്ന് ചോദിച്ചു. പക്ഷെ അതൊക്കെ തന്നെ വളരെ ശ്രേഷ്ഠമാണെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ പിന്നെ എന്താണ് ഇങ്ങനെ പറഞ്ഞത് എന്നാണെങ്കിൽ, ഇങ്ങനെ ഒരു സംശയം വരികയാണെങ്കിൽ,
അതിനൊരു ഉത്തരം എന്ന പോലെ പറയുന്നു 26-ാമത്തെ ശ്ലോകം. ധർമാർത്ഥകാമ ഇതി യഹ അഭിഹിതഃ ത്രിവർഗ ഈക്ഷാ ത്രയീ നയദമൗ വിവിധാ ച വാർത്ത മന്യേ തത് ഏതത് അഖിലം നിഗമസ്യ സത്യം സ്വാത്മാർപ്പണം സ്വസുഹൃദഃ പരമസ്യ പുംസഃ. ഇങ്ങനെ ആചാര്യന്മാരാൽ അഭിഹിതഃ പറയപ്പെട്ട ധർമാർത്ഥ കാമം, ധർമ്മം, അർത്ഥം, കാമം, ഇങ്ങനെയുള്ള യഹ ത്രിവർഗഃ 3 പുരുഷാർത്ഥങ്ങൾ, അതുപോലെ ഈക്ഷാ ത്രയീ ആത്മവിദ്യ, കർമ്മവിദ്യ, നയ ദമൗ തർക്കശാസ്ത്രം, ദണ്ഡനീതി, വിവിധാവാർത്ത പലതരത്തിലുള്ള ജീവന വൃത്തികൾ, തൊഴിലുകൾ, ഇങ്ങനെയും നിഗമസ്യ വേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു തത് ഏതത് അതെല്ലാം അഖിലം എല്ലാം തന്നെയും പഠിച്ചോളൂ. പക്ഷേ ഇതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ട് നമുക്ക് കിട്ടേണ്ടത് ഭക്തിയാണ്. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് സ്വസുഹൃദഃ, തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും നമുക്ക് ഹിതം മാത്രം പ്രവർത്തിക്കുന്നവനുമായ അന്തര്യാമിയായ പരമസ്യ പുംസഃ, ആ ഭഗവാന് സ്വാത്മാർപ്പണം, നിങ്ങൾക്ക് സ്വയം ആത്മസമർപ്പണത്തിന് സഹായകമായി തീരുമെങ്കിൽ മാത്രം ഈ പഠനമൊക്കെ സത്യം മന്യേ അർത്ഥവത്താണെന്ന് ഞാൻ കരുതുന്നു. അതല്ല വെറുതെ മേനി നടിക്കാനാണെങ്കിൽ ഇതിനെ കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഈ ഒരു അറിവ് ഗുരുപരമ്പരയായിട്ട് കിട്ടിയതാണ് എന്നുകൂടെ അറിയിക്കുകയാണ്. 27-28 ശ്ലോകങ്ങൾ. ജ്ഞാനം തത് ഏതത് അമലം ദുരവാപം ആഹ നാരായണഃ നരസഖഃ കില നാരദായ ഏകാന്തിനാം ഭഗവതഃ തത് അകിഞ്ചനാനാം പാദാരവിന്ദരജസാ ആപ്ലുതദേഹിനാം സ്യാത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ തത് ഏതത് അമലം, വിശുദ്ധവും ദുരവാപം, ഇങ്ങനെ ഒരു ജ്ഞാനം ലഭിക്കണമെങ്കിൽ പോലും, നമ്മൾ കേൾക്കണമെങ്കിൽ പോലും അത് അത്രയും വിശിഷ്ടമായതുകൊണ്ട് നമുക്ക് ആ യോഗ്യത ഉണ്ടാകണം. അതുകൊണ്ടാണ് ഇവിടെ ദുർലഭം എന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള ജ്ഞാനത്തെ, ജ്ഞാനം നരസഖഃ, ഇതാരാണ് ഉപദേശിച്ചു കൊടുത്തത്? നരന്റെ സഖാവായ നാരായണഃ, നാരായണ മുനി നാരദായ, നാരദ മഹർഷിക്ക് ആഹകില ഉപദേശിച്ചുവത്രേ. എന്നാൽ ഈ ഒരു വിശുദ്ധജ്ഞാനം ഭഗവതഃ ഏകാന്തിനാം, ഭഗവാന്റെ ഏകാന്ത ഭക്തന്മാരും പാദാരവിന്ദരജസ, ഭഗവാന്റെ പാദകമലത്തിലെ ധൂളി കൊണ്ട് ആപ്ലുതദേഹിനാം, സ്നാനം കഴിക്കുന്ന അങ്ങനെയുള്ള അകിഞ്ചനാനാം, സർവസംഗ പരിത്യാഗികൾക്കെല്ലാം സ്വാഭാവികമായിട്ട് സ്യാത്, ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ ഒരു അറിവ് ഭഗവാനിൽ തന്നെ, ഭഗവാനിൽ ശരണാഗതി അടഞ്ഞാൽ ആ അറിവ് ഉള്ളിൽ അങ്ങ് സ്വാഭാവികമായി വന്നുകൊള്ളും. അല്ല പ്രഹ്ലാദ, നിനക്കെങ്ങനെ ഈ അറിവ് കിട്ടി എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ന രീതിയിൽ പറയുന്നു 28-ാമത്തെ ശ്ലോകം. ശ്രുതം ഏതന്മയാ പൂർവം ജ്ഞാനം വിജ്ഞാനസംയുതം ധർമ്മം ഭാഗവതം ശുദ്ധം നാരദാത് ദേവദർശനാത്. ശുദ്ധം ഭാഗവതം ഏതത് ജ്ഞാനം, പരിശുദ്ധവും ഭഗവത് ഭക്തിയോഗപരവുമായ ഈ അറിവും വിജ്ഞാന സംയുതം, അതെങ്ങനെ ജീവിതത്തിൽ പകർത്തണം എന്ന ആ ഒരു ധർമ്മം, ആചരണ സംഹിതയും ദേവദർശനാത്, ഭഗവാനെ നേരിൽ കണ്ട് സാക്ഷാത്കാരം സിദ്ധിച്ച നാരദാത്, നാരദനിൽ നിന്നും മയാ എന്നാൽ പൂർവം ശ്രുതം, മുൻപൊരിക്കൽ കേട്ട് ധരിക്കപ്പെട്ടതാണ്. ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായും നാരദ മഹർഷി എപ്പോഴാണ് നിനക്കുപദേശിച്ചത് എന്നൊരു സംശയം വരും. അത് ദൈത്യപുത്രന്മാർ ചോദിക്കുകയാണ്. ദൈത്യപുത്രാഹ ഊചുഹു, 29-ാമത്തെ ശ്ലോകം. പ്രഹ്ലാദ ത്വം വയം ച അഭി ന ഋതേ അന്യം, അതാണ് നർത്തേ അന്യം, വിദ്മഹേ ഗുരും ഏതാഭ്യാം ഗുരുപുത്രാഭ്യാം ബാലാനാം അപിഹി ഈശ്വരവും. അല്ല പ്രഹ്ലാദ, ഒരു സംശയം. ത്വം വയം ച അഭി, നീയും ഞങ്ങളും കുറെ നാളായിട്ട് ഒരുമിച്ചാണ് പഠിക്കുന്നത്. ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ ഏതാഭ്യാം ഗുരുപുത്രാഭ്യാം, ഞങ്ങളുടെ ഈ ചണ്ടാമർക്കന്മാരെന്ന ഈ 2 ഗുരുപുത്രന്മാരെ ഋതേ ഒഴിച്ച് അന്യം ഗുരും ന വിദ്മഹേ, മറ്റൊരു ഗുരുവിനെയും ഈ ഗുരുകുലത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല.
നീയും ആരുടെയും അടുത്ത് പോയി പഠിക്കുന്നതായിട്ട് ഞങ്ങളും അറിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇവിടെ ആരും വരാനും സാധ്യതയില്ല. ഹി എന്തെന്നാൽ ഈ ഗുരുപുത്രന്മാർ ബാലാനാം ഈശ്വരൗ അഭി, കുട്ടികളെയൊക്കെ ശരിക്കും നിയന്ത്രിക്കുന്നവരാണ്. അവരുടെ കണ്ണു വെട്ടിച്ചൊന്നും നാരദ മഹർഷി ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. 30-ാമത്തെ ശ്ലോകം. ബാലസ്യ അന്തഃപുരസ്ഥസ്യ മഹത്സംഗഃ ദുരന്വയഃ ഛിന്ദീനഃ സംശയം സൗമ്യ സ്യാത് ചേത് വിശ്രംഭകാരണം. മാത്രമല്ല കുട്ടികളൊക്കെ ഭൂരിഭാഗം സമയവും അവരുടെ അമ്മമാരുടെയൊക്കെ കൂടെ അന്തഃപുരസ്ഥസ്യ, അന്തഃപുരത്തിലാണ്. ഇങ്ങനെ കഴിയുന്ന ബാലസ്യ, ഒരു കുട്ടിക്ക് പുറമേ നിന്ന് ഒരു മഹത്സംഗഃ, മഹത്തുക്കളുമായിട്ടൊരു സമ്പർക്കം സംഭവിക്കുക എന്നത് ഈ അസുര കൊട്ടാരത്തിൽ ദുരന്വയഃ, അത് സാധിക്കാത്ത കാര്യമാണല്ലോ. അപ്പോൾ പിന്നെ ഹേ സൗമ്യ, ശാന്തശീല, വിശ്രംഭകാരണം, ഞങ്ങൾക്ക് വിശ്വാസം വരത്തക്ക വിധത്തിൽ ഇതിന് കാരണമായിട്ട് നിനക്ക് എന്തെങ്കിലും ഞങ്ങളോട് പറയാൻ സ്യാത് ചെയ്ത് വല്ലതുമുണ്ടെങ്കിൽ നഹസംശയം ചിന്തി, ഞങ്ങളുടെ ഈ സംശയത്തെ തീർത്തു തരിക. നീ എപ്പോഴാണ് നാരദ മഹർഷിയെ കണ്ടത്? എങ്ങനെയാണ് മഹർഷിയിൽ നിന്ന് ഈ ഒരു ജ്ഞാനം ലഭിച്ചത്? ഈ ഒരു ചോദ്യത്തോടെ 7-ാമത്തെ സ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായം അവസാനിക്കുന്നു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം സപ്തമസ്കന്ധേ പ്രഹ്ലാദചരിതേ 6-ോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.